കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ BECC 102 BA എക്കണോമിക്സ്. ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ TE 2025 ജൂണിൽ എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ BECC 102 മാത്തമാറ്റിക്കൽ മെത്തഡ്സ് ഫോർ എക്കണോമിക്സ് 1 ഈ ഒരു കോഴ്സിൽ നിന്നും നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ട്, ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ റിവിഷൻ ടൈമിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഏതാണ്, അതുപോലെ അത് മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എവിടെയാണ്, ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എവിടെയാണ്, എങ്ങനെ നമ്മൾ പഠിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും. അതായത് ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും അവിടെ വരുന്ന ടോപ്പിക്കുകളായിട്ടും അതിന്റെ വെയിറ്റേജ് ആയിട്ടും നമ്മൾ പറയുന്നതായിരിക്കും. കൂടാതെ ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ടായിരിക്കും. നമ്മുടെ എക്സാമിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, സെക്ഷൻസ് എങ്ങനെയാണ് വരുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും. അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ ടോപ്പിക് വൈസ് ആയിട്ട് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഏരിയാസുകൾ ഏതാണ്, റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് സെക്ഷൻസിൽ, അതായത് വരുന്ന ജൂൺ എക്സാംസിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ ടോപ്പിക്കുകളുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഇതിന് ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ കീ നമുക്ക് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ നമ്മുടെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ ഏറ്റവും ടോപ്പിക് ഫ്രീക്വൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റുകൾ മാറിയിട്ടുണ്ടോ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പാറ്റേൺ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. പോരാത്തതിന് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ റിവിഷൻ ടൈമിനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിയുന്നത് വരെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ റിവിഷൻ ടൈമിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആയിട്ട് നമുക്ക് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് ഇവിടെ നമുക്കൊരു ബാർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ ബ്ലോക്കിൽ നിന്നും ടോട്ടലായി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ബാർ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൊത്തം 6 ബ്ലോക്കുകളുണ്ട്. അപ്പൊ ഈ ഒരു ബാർ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇഗ്നോയിൽ ഒരു ഇയറിൽ 2 ടൈമായിട്ടാണ് എക്സാംസ് നടക്കുന്നത്, ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും. അപ്പൊ അങ്ങനെയുള്ള ഒരു 6 ടേംസിന്റെ അനലൈസിസ് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബ്ലോക്ക് 3യിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലോക്ക് 3യിൽ നിന്നാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1, പിന്നെ ബ്ലോക്ക് 6, ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ആണ്, പിന്നെ ബ്ലോക്ക് 1 ആണ്, പിന്നെ ബ്ലോക്ക് 6 ആണ്. അടുത്തായിട്ട് ഒരു ഹീറ്റ് മാപ്പ് സമ്മറി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ ഇവിടെ താഴെ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, സൈഡില് Y ആക്സിസിൽ ബ്ലോക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിൽ നിന്നും വളരെ ഡാർക്ക് ഷെയ്ഡുള്ള കൊടുത്തിട്ടുള്ള ആ ഒരു ഏരിയാസ് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനകത്ത് കൊടുത്തേക്കുന്ന നമ്പേഴ്സ് എത്ര തവണ അത് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്, എത്രമാത്രം വെയിറ്റേജ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ബ്ലോക്ക് 6ൽ യൂണിറ്റ് 15 ഒരു ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് മീൻസ് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അത് നന്നായിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. 12 തവണയോളം അതിൽ റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് യൂണിറ്റ് 16 ബ്ലോക്ക് 6ലെ യൂണിറ്റ് 16 നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ബ്ലോക്ക് 4ലെ യൂണിറ്റ് 12, ബ്ലോക്ക് 3ലെ യൂണിറ്റ് 7, പിന്നെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1, ഇത്രയും ചാപ്റ്റേഴ്സ് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പൊ അതെല്ലാം നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഹയർ വാല്യൂസ് ഉള്ള യൂണിറ്റുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ടോപ്പിക് വൈസ് ആയിട്ട് എത്ര തവണ ഓരോ ടോപ്പിക്കുകളും അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകളും നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെറ്റ്സ് ആൻഡ് സെറ്റ് ഓപ്പറേഷൻസ് 8 തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ ഒരു ഹൈ പ്രയോറിറ്റി നമുക്ക് അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് 7 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ്. അതുപോലെ യൂണിറ്റ് 3 നോക്കുവാണെങ്കിൽ ലോജിക്, യൂണിറ്റ് 3 ആയിട്ടുള്ള ലോജിക്കിൽ നിന്നും 7 ടൈംസ് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവരാറുണ്ട്. സോ അതൊക്കെ ഒരു ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ബ്ലോക്ക് തന്നെയാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ യൂണിറ്റ് 4 ആയിട്ടുള്ള എലിമെന്ററി ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് 6 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. അനലിറ്റിക്കൽ ജിയോമെട്രി ആണെങ്കിൽ 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ സീക്വൻസ് ആൻഡ് സീരീസ് യൂണിറ്റ് 6 വരുന്ന അത് നോക്കുവാണെങ്കിൽ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് അതിന് കൊടുക്കേണ്ടത്. കാരണം 6 ടൈംസ് അപ്പിയർലി നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 നോക്കുവാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 7 ലിമിറ്റ്സ് അതിന് ഹൈ പ്രയോറിറ്റി കൊടുക്കുക. 8 തവണയോളം നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. യൂണിറ്റ് 8 ആയിട്ടുള്ള കണ്ടിന്യൂറ്റിയിൽ നോക്കുവാണെങ്കിലും 7 ടൈംസ് കാണാനായിട്ട് പറ്റും. അതുപോലെ യൂണിറ്റ് 9 ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റ്സും നമുക്ക് ഒരു 7 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റുകളാണ്. അതുപോലെ യൂണിറ്റ് 10 ഹൈ ഓർഡർ ഡെറിവേറ്റ്സ് 5 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നമുക്ക് അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 4 നോക്കുവാണെങ്കിൽ യൂണിറ്റ് 11 ആയിട്ടുള്ള കോൺകേവ് ആൻഡ് കോൺവെക്സ് ഫംഗ്ഷൻസ് 7 ടൈംസ് വന്നിട്ടുണ്ട്. സോ ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കണം. 12 ഒപ്റ്റിമൈസേഷൻസ് മെത്തേഡ്സ് 8 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ്. അതൊന്ന് ഹൈ പ്രയോറിറ്റി കൊടുക്കണം. അതുപോലെ യൂണിറ്റ് ബ്ലോക്ക് 5 യൂണിറ്റ് 13 ഐഡന്റിഫൈഡ് ഇന്റഗ്രൽസ് 7 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ്. അതുപോലെ യൂണിറ്റ് 14 ഡിഫൈൻഡ് ഇന്റഗ്രൽസ്, യൂണിറ്റ് 15 ലീനിയർ ഡിഫറൻസ് ഇക്വേഷൻസ് അത് 12 ടൈംസ് വന്നിട്ടുള്ളതാണ്. സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. അതുപോലെ യൂണിറ്റ് 16 ആയിട്ടുള്ള നോൺ ലീനിയർ ഡിഫറൻസ് ഇക്വേഷൻസ് 8 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ്. സോ അതിനും ഒരു ഹൈ പ്രയോറിറ്റി നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഒന്ന് ഹൈ ഇമ്പോർട്ടൻസോടെ കൊടുക്കേണ്ടത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ലീനിയർ ഡിഫറൻസ് ഇക്വേഷൻ ബ്ലോക്ക് 6 യൂണിറ്റ് 15 ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെയാണ് വരാറുള്ളത്. അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതുപോലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റ്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 7 ആൻഡ് 9 ഒരുവിധം എക്സാംസിലൊക്കെ നമുക്ക് അപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും. സോ അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അതുപോലെ സെറ്റ്സ് ആൻഡ് റിലേഷൻസ് അതിന്റെ ലോജിക് ബ്ലോക്ക് 1 യൂണിറ്റ് 1 3 ഉള്ളതാണ്. ഇതിന്റെ കൺസെപ്റ്റ്സുകൾ അതിന്റെ അപ്പിയറൻസ് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാംസിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതും നിങ്ങൾ നല്ലപോലെ. അടുത്തതായിട്ട് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോങ് എസ്സേ ഉണ്ട്, ഷോർട്ട് നോട്ട് ഉണ്ട്, അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട്, കൺസെപ്ച്വൽ ഡെഫിനിഷൻസിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വളരെ റയർ ആയിട്ട് MCQs ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അത് വളരെ റയർ ആണ്, നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസിൽ കാണാറില്ല. എന്നാലും ഇതിന്റെയൊക്കെ മാർക്ക് എങ്ങനെയാണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, എത്ര വേർഡ്സിൽ നമ്മൾ അതിനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ലോങ് എസ്സേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 10 to 12 മാർക്കിന്റെ ബേസിലായിരിക്കും അത് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു 200 to 350 വേർഡ്സിൽ അതിന് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അത് ആപ്ലിക്കബിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്, അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷൻ ഒന്നും തെറ്റാതെ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏകദേശം 5 to 8 മാർക്കിന്റെ റേഞ്ചിലായിരിക്കും. സോ 80 to 120 വേർഡ്സിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു 1 പേജ് എക്സ്പ്ലനേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ ആൻസേഴ്സ് എഴുതിയാൽ മതിയാകും. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് 6 to 12 മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. മൊത്തം കാൽക്കുലേഷൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ എഴുതി കാൽക്കുലേഷൻസ് ഒക്കെ ഷോ ചെയ്ത് അതൊന്നും തെറ്റുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ കൺസെപ്ച്വൽ ആൻഡ് ഡെഫിനിഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഏകദേശം 3 to 6 മാർക്കിന്റെ റേഞ്ചിലായിരിക്കും അത് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഒരു 50 to 100 വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ആ ഒരു കൺസെപ്റ്റ് എന്താന്നുള്ളത് ക്ലിയർ ആവുകയാണ് നമ്മുടെ അവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് MCQs ഒക്കെ നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരാറുള്ളത്. പക്ഷെ അത് നമുക്ക് റെയർ ആണ്, നമുക്ക് അങ്ങനെ കാണാറില്ല. ഇനി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ലോങ് എസ്സേ ഒക്കെ ആകുമ്പോൾ ഏകദേശം 10 to 20 മാർക്സിന്റെ റേഞ്ചിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ ഒന്നുകിൽ ഡെറിവേഷൻസ് ആവാം, അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻസ് ആവാം, അല്ലെങ്കിൽ അതിന്റെ ടൈപ്പ് ആവാം. ഇതൊക്കെ ഒരു 200-350 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് അതിന്റെ ലോജിക് എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അതിൽ എഴുതിയിരിക്കണം. ആ ഡയഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒന്നും വിട്ടുപോവാതെ എഴുതിയിരിക്കണം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണെന്നുണ്ടെങ്കിൽ 5 to 8 മാർക്സിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ആ തിയറം, അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും രണ്ട് ഐഡിയാസിന്റെ ഡിഫറൻസുകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കണം. അത് 80 to 150 വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതാൻ മതിയാകും. പക്ഷെ ആ ഒരു കൺസെപ്റ്റും അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ 6 to 12 മാർക്കിന്റെ റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊരു അപ്ലിക്കേഷൻസ് ഫോർമുലയിലായിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. നിങ്ങൾ ആൻസേഴ്സ് കണ്ടെത്തിയ ഒരു ഡബിൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വരച്ചിടുക. അപ്പോൾ കാൽക്കുലേഷൻസ് ഒന്നും തെറ്റുന്നില്ല, ഫൈനൽ ആൻസർ എല്ലാം കറക്റ്റ് ആണ്, ഒക്കെ എല്ലാം റെഡി ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക, ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. പിന്നെ കൺസെപ്ഷ്യൽ ഡെഫിനിഷൻസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 3 to 6 മാർക്സിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് ഷോർട്ട് ക്വസ്റ്റ്യൻ, അതായത് വളരെ ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് എന്താണ്, ചിലപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയുള്ളത് എന്ത് ചെയ്യാം, ആ ഒരു കൺസെപ്റ്റിനെ ക്ലിയർ ആയിട്ട് വളരെ ക്ലാരിറ്റി കൊടുത്ത് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ എക്സാംസിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഓരോന്നിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് എത്രമാത്രം മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്, ടോട്ടൽ ഷെയർ എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇപ്പോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ ജൂൺ 2022 എക്സാം പാറ്റേണിൽ ഒരു 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2024 ജൂണിലെ എക്സാംസ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ വെയിറ്റേജസ് കുറഞ്ഞിട്ടുണ്ട്. 13 മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ ഒരു ആവറേജ് 14% ഷെയർ ആണ് അതിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി ബ്ലോക്ക് 2 നോക്കുവാണെങ്കിലും ജൂൺ 2022 16 മാർക്സിനായിരുന്നു ആവറേജ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ജൂൺ 24 ആയപ്പോഴേക്കും 14 മാർക്കിനായിട്ട് വെയിറ്റേജ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് 3 നോക്കുവാണെങ്കിലും അതെ 19 മാർക്കിനോളാണ് ജൂൺ 22 വന്നിട്ടുണ്ടായിരുന്നത്. ജൂൺ 24 ആയപ്പോഴേക്കും അത് കുറഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 6 നോക്കുവാണെങ്കിൽ ജൂൺ 2022 23 മാർക്സിനോളം വന്നിട്ടുണ്ടായിരുന്നു. അത് ജൂൺ 24 ആയപ്പോഴേക്കും 27 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 6ന്റെ വെയിറ്റേജസ് കൂടിയിട്ടുണ്ട്. ബാക്കി നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ബ്ലോക്ക് 5 സെയിം തന്നെയാണ്. ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 3, 2, 1 ഒക്കെ ഏകദേശം കുറഞ്ഞു വരുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ നമ്മൾ ബ്ലോക്ക് 6ലുള്ള ഡിഫറൻസ് ഇക്വേഷൻസ് അത് വളരെയധികം വെയിറ്റേജ് കൊടുത്ത് നമ്മൾ പഠിക്കണം. അതുപോലെ ബ്ലോക്ക് 3ൽ ഡിഫറൻസിയേഷൻ, ബ്ലോക്ക് 2ല് ഫംഗ്ഷൻസ്, ബ്ലോക്ക് 1ഉം 4ഉം 5 ഒക്കെ ഏകദേശം ഒരു മോഡറേറ്റ് വെയിറ്റേജസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ഗ്രാഫില് നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യെല്ലോ ലൈനായിട്ട് കാണിക്കുന്നത് നമ്മുടെ എസ്സേ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ്. അതുപോലെ ഓറഞ്ച് ലൈനായിട്ട് കാണിക്കുന്നത് ഷോർട്ട് നോട്ടുകളാണ്. റെഡ് ആയിട്ട് കാണുന്നത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ പിങ്ക് ആയിട്ട് കാണിക്കുന്നത് കൺസെപ്ച്വൽ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫിക്കലി നമുക്ക് നോക്കിയാൽ മനസ്സിലാവാനായിട്ട് പറ്റും. ഇവിടെ എസ്സേയുടെയും ഡെറിവേഷൻസിന്റെയും വെയിറ്റേജസ് കുറഞ്ഞു വരുന്ന ഒരു
ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ, ന്യൂമറിക്കൽ ആയിക്കോട്ടെ, അതിന്റെ വെയിറ്റേജസ് ചെറുതായിട്ടൊന്ന് കൂടുന്ന പോലെയും നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ചെറിയ രീതിയിലൊരു ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. എന്നാലും വലിയ തോതിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ എങ്ങനെ ഓരോന്നിനും ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം 3 മണിക്കൂറാണ് നമ്മുടെ എക്സാം ടൈം വരുന്നത്. അപ്പോൾ 100 മാർക്കിലോട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ടൈം ഓരോന്നിനും സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ SC ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 42% അതായത് നമുക്ക് SC ആണെങ്കിലൊക്കെ നമുക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ 2 ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് 75 മിനിറ്റ് മാത്രമേ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് ഒന്നിന് 38 മിനിറ്റ് വീതം നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഈ ഷോർട്ട് നോട്ട് എക്സ്പ്ലനേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 40 മിനിറ്റ്സ് ടോട്ടൽ എടുക്കുക. അതായത് ഒന്നിന് 10 മിനിറ്റ് വീതം എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആൻഡ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, സോൾവിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് 45 മിനിറ്റ്സ് എടുക്കുക. ഓരോന്നിനും 10-12 മിനിറ്റ് ഒരു പ്രോബ്ലത്തിന് എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. കൺസെപ്ച്വൽ ആൻഡ് ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്സ് ടോട്ടൽ എടുക്കുക. അതായത് ഓരോന്നിനും ഒരു 5 മിനിറ്റ്സ് എടുക്കുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് ആദ്യമേ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മാത്സ് നമ്മൾ ചെയ്ത് പഠിക്കണം. അതുപോലെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് എത്ര ടൈം നിങ്ങൾ അതിനുവേണ്ടി ഓരോ ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അങ്ങനെ SC ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഒത്തിരി ടൈം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓരോന്നിനും ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ലാസ്റ്റ് നമ്മൾ ഒരു 10 മിനിറ്റ്സ് എപ്പോഴും നമുക്കത് എല്ലാം നമ്മൾ എഴുതിയതെല്ലാം ഒന്ന് റീചെക്ക് ചെയ്യാനുള്ള ഒരു ടൈമും നമ്മൾ കണ്ടെത്തണം. നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് ഇട്ടത് കറക്റ്റ് ആണോ, നമ്മൾ എഴുതിയ കാൽക്കുലേഷൻസ് സെറ്റ് ആണോ, എല്ലാം റെഡി ആണോ, എല്ലാം കറക്റ്റ് ആയിട്ടാണോ എഴുതിയിട്ടുള്ളത്, ഏതെങ്കിലും സ്റ്റെപ്പ് വിട്ടുപോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റീചെക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റ് 10 മിനിറ്റ്സും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. സോ അതൊക്കെ പോസിബിൾ ആണെങ്കിൽ നമുക്ക് റിവിഷൻ ടൈമിൽ മാക്സിമം നിങ്ങൾ അത് ചെയ്ത് പഠിക്കാം. ടൈം മാനേജ്മെന്റ് വളരെയധികം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അത് എത്ര തവണ റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ട്, എത്രമാത്രം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. സോ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോബർഗ് മോഡൽ ആൻഡ് സോൾവ് എ ഗിവൺ ഡിഫറൻസ് ഇക്വേഷൻ. 9 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ആൻഡ് ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ഡിഫറൻസ് ഇക്വേഷൻ. 8 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഗിവൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ. 8 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ്, റിഫ്ലെക്സിവിറ്റി, സിമെട്രി, ആന്റിസിമെട്രി ആൻഡ് ട്രാൻസിറ്റിവിറ്റി. 8 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. 7 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ് അറ്റ് ഇക്വിലിബ്രിയം. 7 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. 7 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് പവർ ഫംഗ്ഷൻ വിത്ത് എക്സാമ്പിൾസ്. 6 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ്. ഫോർമുലേറ്റ് ആൻഡ് സോൾവ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസിംഗ്, ഔട്ട്പുട്ട് ഗിവൺ കോസ്റ്റ് ആൻഡ് ഡിമാൻഡ് ഫംഗ്ഷൻസ്. 6 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. കൺസ്ട്രക്ട് ആൻഡ് ഇന്റർപ്റ്റ് ട്രൂത്ത് ടേബിൾസ് ഫോർ ഗിവൺ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. 6 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് നിർബന്ധമായിട്ടും കണ്ടെത്തി പഠിക്കുക. പിന്നെ അത് ഏതൊക്കെ ബ്ലോക്കിലാണ്, ഏതൊക്കെ യൂണിറ്റിലാണ്, എത്രമാത്രം ആവറേജ് എത്ര മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. കോബർഗ് മോഡലും സോൾവ് ഡിഫറൻസ് ഇക്വേഷനും ബ്ലോക്ക് 6 യൂണിറ്റ് 15 അത് ആവറേജ് ഒരു 11 മാർക്കിനാണ് അത് വന്നിട്ടുള്ളത്. ഹോമോജീനിയസ് വിയസ് നോൺ ഹോമോജീനിയസ് ഡിഫറൻസ് ഇക്വേഷൻ ബ്ലോക്ക് 6 യൂണിറ്റ് 16 ആവറേജ് 7 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 നിന്നുള്ളതാണ്. ആവറേജ് ഒരു 8 മാർക്കിനാണ് അത് വന്നിട്ടുള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ്, റിഫ്ലെക്സിവിറ്റി എക്സെട്ര അത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നുള്ളതാണ്. ആവറേജ് ഒരു 6 മാർക്കിനാണ് ഇത് വന്നിട്ടുള്ളത്. ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് ടൈപ്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്നുള്ളതാണ്. 7 ടൈംസ് അത് വന്നിട്ടുണ്ട്. ആവറേജ് ഒരു 7 മാർക്കിനാണ് വന്നിട്ടുള്ളത്. കൺസ്യൂമർ പ്രൊഡ്യൂസർ സർപ്ലസ് അറ്റ് ഇക്വിലിബ്രിയം ബ്ലോക്ക് 5 യൂണിറ്റ് 14 ആവറേജ് ഒരു 7 മാർക്കിനാണ് അതും വന്നിട്ടുള്ളത്. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്നുള്ളതാണ്. അത് ആവറേജ് ഒരു 6 മാർക്കിനാണ് വന്നിട്ടുള്ളത്. എക്സ്പോണൻഷ്യൽ വിയസ് പവർ ഫംഗ്ഷൻ ഡെഫിനിഷൻസ് ആൻഡ് എക്സാമ്പിൾ ബ്ലോക്ക് 2 യൂണിറ്റ് 4 നിന്നുള്ളതാണ്. ആവറേജ് ഒരു 5 മാർക്കിനാണ് അത് വന്നിട്ടുള്ളത്.
പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് കോസ്റ്റ് ആൻഡ് ഡിമാൻഡ് ഗിവൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 നിന്നുള്ളതാണ്. ആവറേജ് ഒരു 10 മാർക്കിനാണ് വന്നിട്ടുള്ളത്. കൺസ്ട്രക്ട് ട്രൂത്ത് ടേബിൾസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നുള്ളതാണ്. ആവറേജ് ഒരു 6 മാർക്കിനാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ, ഈ ഒരു ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ടൈം കണ്ടീഷൻസ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, ഒരു 2 വട്ടെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഓരോന്നിനും ഒരു നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത്ര ടൈമിനുള്ളിൽ അത് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസിനും അതിന്റെ അപ്രോച്ചസ് അനുസരിച്ച്, അതായത് ഷോർട്ട് നോട്ടുകളാണെങ്കിൽ എസ്സേസ് ഒക്കെ ആണെങ്കിൽ രണ്ടും രണ്ട് രീതിയിൽ ഓരോ ടൈമിംഗ് സെറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ചിലതിന് ഗ്രാഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാഫും ഡയഗ്രാംസും എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വരച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ മോഡൽ ആൻസേഴ്സോ അല്ലെങ്കിൽ ഇഗ്നോന്റെ മാർക്ക് ഷീറ്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതിയതിന് ഏകദേശം നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാനായിട്ട് പറ്റും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക. ഒരു എത്രമാത്രം റെഡിയാണ്, അല്ലെങ്കിൽ എത്രമാത്രം കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ടൈം എല്ലാം റെഡി ആണോ, ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആണോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ, എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിന്റെ ഷെയർ എത്രമാത്രം ഉണ്ട്, മറ്റു ക്വസ്റ്റ്യൻസ് എത്രമാത്രം വരാൻ സാധ്യതയുണ്ട്, അതിന്റെ ഒരു പൈ ചാർട്ടാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും 40% മറ്റു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കോബോക് മോഡലിന്റെ ഒക്കെ 7% ഷെയർ വന്നിട്ടുണ്ട്. അതുപോലെ ഹോമോജീനിയസ് ആൻഡ് ഇക്വിലിബ്രിയം, പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ്, ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, അതെല്ലാം ഒരു 6% ഷെയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ബാക്കി ട്രൂത്ത് ടേബിൾസ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട്, പവർ ഫംഗ്ഷൻസ്, ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം, ഇതെല്ലാം 5% അതിന്റെ ഷെയറുകൾ വന്നിട്ടുണ്ട്. സോ ഈ പറയുന്ന ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക, നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളൊരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രഡിക്ഷൻ ആണ് നമ്മൾ പറയുന്നത്, എത്രമാത്രം ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വരുന്ന ജൂൺ എക്സാംസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി ആണ് പറയുന്നത്. അപ്പൊ അതിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ കോപ്പ് മോഡലും ലീനിയർ ഡിഫറൻസ് ഇക്വേഷനും 100% ഉറപ്പാണ് നമുക്കത് വരുമെന്നുള്ള കാര്യം. സോ അത് നല്ലപോലെ പഠിക്കാം. അതുപോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം നല്ലപോലെ കൊടുത്ത് പഠിക്കുക, കാരണം അതും 100% വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ് 100% വരാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ അതും നല്ലപോലെ നിങ്ങൾ പഠിക്കുക. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആൻഡ് ടൈപ്പ് ആണെങ്കിൽ 83% വരാനുള്ള സാധ്യതയുണ്ട്. സോ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബ്ലോക്ക് 5 യൂണിറ്റ് 40 കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ് 83% വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 83% വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം, ബ്ലോക്ക് 3 യൂണിറ്റ് 8 വരുന്നത്. സോ അതും നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബ്ലോക്ക് 6 16 യൂണിറ്റ് ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ഡിഫറൻസ് ഇക്വേഷൻസ്, ബ്ലോക്ക് 2 യൂണിറ്റ് 4 എക്സ്പെക്ടേഷൻ വേഴ്സ് പവർ ഫംഗ്ഷൻസ്, ഇത് രണ്ടും 67% വരാൻ സാധ്യതയുള്ളതാണ്. സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 12 പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് ആൻഡ് കണ്ടീഷൻസ്, ബ്ലോക്ക് 1 യൂണിറ്റ് 3 ട്രൂത്ത് ടേബിൾസ് ആൻഡ് ലോജിക്, അതും 67% വരാൻ സാധ്യതയുള്ള ഒന്നാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 ലിമിറ്റ്സ് കണ്ടിന്യൂറ്റീസ് ഷോർട്ട് പ്രോബ്ലംസ് 50% വരാനുള്ള സാധ്യതയുള്ള ഒന്നാണ്. സോ ഇതിനെല്ലാം നിങ്ങൾ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബ്ലോക്ക് 2 യൂണിറ്റ് 5 അനലിറ്റിക്കൽ ജിയോമെട്രി 33% വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുപോലെ ബ്ലോക്ക് 5 യൂണിറ്റ് 30
ഐഡന്റിഫൈ ഡിഫൈൻഡ് ഇന്റഗ്രൽസ്, ബ്ലോക്ക് 4 യൂണിറ്റ് ലെവലിലുള്ള കോൺകേവ് ആൻഡ് കോൺവെക്സ് ഫംഗ്ഷൻസ്. ഇതെല്ലാം 33% വരാൻ സാധ്യതയുണ്ട്. അതൊരു ലോ പ്രയോറിറ്റി ആണ്. അപ്പൊ അതിനർത്ഥം നമ്മൾ അത് ഒഴിവാക്കണം എന്നല്ല, അതും വരാനുള്ള സാധ്യതകളുണ്ട്. സോ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സുകൾ പഠിക്കുക, പിന്നെ മീഡിയം പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സുകളൊക്കെ പഠിക്കുക, അതിനുശേഷം ഈ ലോ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തായിട്ട് നമ്മളിവിടെ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് ഇവിടെ ഫുട് നോട്ട് എന്ന് പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട് എന്ന് പറഞ്ഞിട്ട് 1 to 3 ഓരോ നമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ അത് എന്താന്നുള്ളതാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ആ ഒരു കോബ് മോഡലിന്റെ അത് ഏകദേശം 10 to 20 മാർക്സിനാണ് എല്ലാ എക്സാം പേപ്പറിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നോക്കുവാണെങ്കിൽ ഡിക്ലിബറിംഗ് കാൽക്കുലേഷൻസ്, ഗ്രാഫിക്കൽ അനാലിസിസ്, ഇതൊക്കെ എല്ലാ പേപ്പേഴ്സിലും വന്നിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ്, അതിന്റെ കൺസെപ്റ്റ്, അതൊക്കെ എല്ലാ വർഷവും ഒരു അപ്ലൈഡ് ഫോമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഡിസ്കണ്ടിന്യൂഡ് ഡെഫിനിഷൻസ്, ടൈപ്പ്, എക്സാമ്പിൾസ്, ഇതൊക്കെ ഒരു 6 പേപ്പേഴ്സിൽ നോക്കുകയാണെങ്കിൽ 5 പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അതുപോലെ സർപ്ലസ്, അതിന്റെ കൺസ്യൂമർ സർപ്ലസ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ സർപ്ലസ് ആയിക്കോട്ടെ, അതിന്റെ ഫീച്ചേഴ്സുകൾ, കാൽക്കുലേഷൻസ്, എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇതൊക്കെ ഒരു 6ൽ 5 ടൈംസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ സ്റ്റേറ്റ്മെന്റ്, പ്രൂഫ്, റിക്കവറി, ഇതൊക്കെ ഒരു 6ൽ 5 ടൈംസ് പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ഡിഫറൻസ് ഇക്വേഷൻസ് റീസെന്റ് ആയിട്ട് 6 പേപ്പേഴ്സിൽ നോക്കുകയാണെങ്കിൽ 4 പേപ്പേഴ്സിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. അതുപോലെ എക്സ്പെക്ടേഷൻ വിയേഴ്സ് പവർ ഫംഗ്ഷൻസ്, അതും ഈ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതും 6 പേപ്പേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 4 പേപ്പേഴ്സിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഔട്ട്പുട്ട് അല്ലെങ്കിൽ കാൽക്കുലസ് ആൻഡ് കോസ്റ്റ് ഡിമാൻഡ് ഫംഗ്ഷൻസ് ഒക്കെ ഏകദേശം ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 പേപ്പേഴ്സിൽ 4 ടൈംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രൂത്ത് ടേബിൾ ഓർ ലോജിക് ഒക്കെ ഈ സെയിം 6 പേപ്പേഴ്സിൽ 4 ടൈംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, അതൊക്കെ ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 6 ടൈംസിൽ 3 ടൈംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അനാലിറ്റിക്കൽ ജിയോമെട്രി, അതൊക്കെ 6 ടൈംസിൽ 2 ടൈംസ് നമ്മൾ കണ്ടിട്ടുള്ള ഒന്നാണ്. അതുപോലെ ഇന്റഗ്രൽ ഫീച്ചേഴ്സ് 6 ടൈം പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 ടൈംസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺകേവ് കോൺവെക്സ് ഫംഗ്ഷൻസും ഇതുപോലെ 6 ടൈമിന്റെ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 2 ടൈംസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ കോപ്പ് മോഡൽ ആൻഡ് ഡിഫറൻസ് ഇക്വേഷൻസ്, പിന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം, പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ്, ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആൻഡ് ടൈപ്സ്, കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ്, ഇന്റർമീഡിയറ്റ് വാല്യൂ കെയർ. നിങ്ങൾ നിങ്ങളുടെ ഈ റിവിഷൻ ടൈമിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കുകൾ ആദ്യം കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതെപ്പോഴും നിങ്ങൾ എഴുതി ലോങ് എസ്സേയുടെ ഫോമിലും ഷോർട്ട് എസ്സേയുടെ ഫോംസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഡയഗ്രാംസും ഒക്കെ എഴുതി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ മീഡിയം പ്രയോറിറ്റീസ് ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്സിലാണ് ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ഡിഫറൻസ് ഇക്വേഷൻ, എക്സ്പെക്ടേഷൻ വിയേഴ്സ് പവർ ഫംഗ്ഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട്, ട്രൂത്ത് ടേബിൾസ് ആൻഡ് ലോജിക്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി. അപ്പൊ ആദ്യം നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന ടോപ്പിക്സുകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു മീഡിയം പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതും ഇതുപോലെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ എഴുതി അതിന്റെ ഫോർമുലാസ് ഒന്നും തെറ്റാതെ ഒരു നല്ല എന്താ പറയാ ഓരോ കാൽക്കുലേഷൻസും തെറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഉറപ്പുവരുത്താം. ഓക്കെ. പിന്നെ ലോ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അനലിറ്റിക്കൽ ജിയോമെട്രി, ഇന്റഗ്രൽസ്, കോൺകേവ് ആൻഡ് കോൺവെക്സ് ഫംഗ്ഷൻസ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ ഈ ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സുകൾ പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് മീഡിയം പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്കാണ് ഈ 3 ടോപ്പിക്സുകൾ. അപ്പൊ ഇതും വിട്ടുപോകരുത്. ഇതും നമുക്ക് റീസെന്റ് ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റിയിട്ടുള്ളതാണ്. സോ അത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ. ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻസ് എടുക്കുക, അത് സോൾവ് ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഷോർട്ട് നോട്ടിന് വേണ്ടിയിട്ട് ഓരോ സമ്മറൈസ് ചെയ്തിട്ട് ഓരോ നോട്ടുകൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ ആൻസർ ചെയ്ത് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ചെയ്ത് നമുക്ക് ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇതിൽ കാണിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ് ഗ്രീൻ ഷെയ്ഡിൽ കാണുന്നത്. അതുപോലെ യെല്ലോ ഷെയ്ഡിൽ കാണുന്നത് നമ്മൾ മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ്. അതുപോലെ ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ് നമ്മൾ ആ ഒരു ഗ്രേ ഷെയ്ഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവസാനമായിട്ട് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു എക്സാംസ് എഴുതുന്ന അതുപോലെ തന്നെ ഒരു 3 hours ടൈം സെറ്റ് ചെയ്ത് വെച്ച് പേപ്പറും പെന്നൊക്കെ എടുത്ത് നിങ്ങൾ എക്സാംസിന് ഇരിക്കുന്ന അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. 100 മാർക്കിലോട്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വിട്ടുപോകാതെ ആൻസർ ചെയ്യുക.
ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലേൺവൈസ് ആപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കീ അവൈലബിൾ ആണ്. സോ നിങ്ങൾ എഴുതിയ ആൻസറും ലേൺവൈസ് ആപ്പിലുള്ള ആൻസർ കീയും വെച്ചിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം എവിടെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാം. സെക്ഷൻ എയില് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യൻസിന് 20 മാർക്ക് വീതമാണ്. സോ ടോട്ടൽ 2 ക്വസ്റ്റ്യൻ 40 മാർക്കിലോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, തേർഡും 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യന് 12 മാർക്ക് വീതമാണ്. ടോട്ടൽ 48ലോട്ടാണ്. ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സെക്ഷൻ സിയിൽ വരുമ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻ നമ്പർ 11ഉം 12നും നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടിനും 6 മാർക്ക് വീതമാണ്. ടോട്ടൽ 12 മാർക്കിലോട്ടാണ് കേട്ടോ. അപ്പൊ ഇതും കൂടെ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.